സ്വർഗത്തിലേക്ക് പോകാൻ സ്വർഗത്തിന് ഒരുപാട് വാതിലുകളുണ്ട്. അതിൽ ചില വാതിലുകൾ ഭൂമിയിലാണ്. ബഹുമാനപ്പെട്ട മുഖ്താർ തങ്ങൾ അവരുകൾ പറഞ്ഞു, 2 സ്വർഗ പൂങ്കാവനങ്ങൾ ഈ ഭൂമിയിലുണ്ട്. ഒന്ന് ഹബീബിന്റെ ഹദറത്തിലുള്ള റൗളയാണ്, ഒന്ന് മജ്ലിസുൽ ഇൽമാണ്, ഇൽമിന്റെ, വിജ്ഞാനത്തിന്റെ, ദീനിന്റെ, അല്ലാഹുവിനെ സംബന്ധിച്ച് പറയപ്പെടുന്ന മജ്ലിസുകളാണ്. എന്ന പോലെ സ്വർഗവാതിലുകൾ ഭൂമിയിലുണ്ട്. 2 സ്വർഗവാതിലുകൾ ഓരോരുത്തരുടെ വീടുകളിലും ലഭ്യമായ 2 വാതിലുകൾ സ്വർഗത്തിലേക്കുള്ളതാണ്. അതിലൊന്ന് ഉമ്മയാണ്, മറ്റൊന്ന് ഉപ്പയാണ്. ഉർവത്ത് ബിൻ സുബൈർ റളിയല്ലാഹു അൻഹു എന്ന താബിഈ സുജൂദിൽ കിടന്ന് ദുആ ചെയ്യുമായിരുന്നു. അല്ലാഹുമ്മ ഗ്ഫിർ ലിസുബൈർ ബിനിൽ അവ്വാം വഅസ്മാ ബിൻത് അബീ ബക്കർ. അല്ലാഹുവേ, അബൂബക്കർ എന്നവരുടെ മകൾ അസ്മാ ബീവിക്കും സുബൈർ ബിനുൽ അവ്വാമിനും നീ പുറത്തു കൊടുക്കണമേ. ആര് ദുആ ചെയ്യും? ഉർവത്ത് ബിൻ സുബൈർ റളിയല്ലാഹു അൻഹു. ഇവർ 2 പേര് ആരാന്നറിയോ? അവരുടെ മാതാവും പിതാവുമാണ്. സുബൈർ ബിനുൽ അവ്വാം സ്വഹാബിയാണ്. അസ്മാ ബിൻത് അബീ ബക്കർ സിദ്ദീഖ് തങ്ങളുടെ മോള് അസ്മാ ബീവി ആയിഷ ബീവി റളിയല്ലാഹു അൻഹയുടെ സഹോദരിയായ അസ്മാ ബീവി. 2 പേരുടെ ഉമ്മമാർ വേറെയാണ്. ആ മഹദിയായ അസ്മാ ബീവിക്കും എൻ്റെ ഉപ്പയായ സുബൈർ എന്നവരെ എൻ്റെ ഉമ്മയായ അസ്മാ ബീവിക്കും അല്ലാഹുവേ നീ പുറത്തു കൊടുക്കണമേ എന്ന് സുന്നത്ത് നിസ്കാരങ്ങളുടെ സുജൂദിൽ മഹാനായ ഉർവത്ത് ബിൻ സുബൈർ റളിയല്ലാഹു അൻഹു ദുആ ചെയ്യുമായിരുന്നു. നമ്മൾ അങ്ങനെ ദ്വാരക്കാറുണ്ടോ? എൻ്റെ ഉമ്മാക്ക് പുറത്തു കൊടുക്കണേ, എൻ്റെ ഉപ്പാക്ക് പുറത്തു കൊടുക്കണേ. സുന്നത്ത് നിസ്കാരത്തിൽ നമുക്ക് അറബിയിൽ ദ്വാരക്കാം. അല്ലാഹുമ്മ ഗ്ഫിർ ലിവാലിദി വലിവാലിദതി, എൻ്റെ ഉപ്പാക്ക് എൻ്റെ ഉമ്മാക്ക് പുറത്തു കൊടുക്കണമേ. ദുആഇന് ഉത്തരമുണ്ടായിരുന്ന ഒരു താബിഈനെ കുറിച്ച് നബി തങ്ങൾ പറഞ്ഞിട്ടുണ്ട്. സ്വഹീഹ് മുസ്ലിമിൽ ഹദീസിൽ കാണാൻ കഴിയും. നബി തങ്ങളുടെ കാലത്ത് ജീവിച്ചിരിപ്പുണ്ട്, എന്നാൽ അല്ലാഹുവിന്റെ റസൂലിനെ കാണാൻ അവസരമുണ്ടായില്ല. യമനിലായിരുന്നു. നബി തങ്ങളെ ഹബീബിന്റെ സദസ്സിൽ വന്ന് ഹബീബിന്റെ സുഹ്ബത്ത് കിട്ടിയവർക്കാണ് സ്വഹാബി എന്ന് പറയുന്നത്. മൻ സ്വഹിബ റസൂലല്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ മുഅ്മിനൻ വലൗ ലഹ്ളതൻ, ഒരു സെക്കൻഡെങ്കിലും ഹബീബിന്റെ കൂടെ മുഅ്മിനായി സദസ്സിലിരിക്കണം. കാണുന്ന നിർബന്ധമല്ല. കണ്ണു കാണാത്ത സ്വഹാബിമാരുണ്ട്, നബിയെ കാണാത്തവര്. പക്ഷെ ഹബീബിന്റെ സദസ്സിലിരിക്കണം. ആ സദസ്സിലിരിക്കാനുള്ള ഒരു സ്വഹാബി ആവാനുള്ള ഭാഗ്യം നഷ്ടപ്പെട്ടു പോയി. മറ്റൊന്നുകൊണ്ടുമല്ല, തന്റെ പ്രിയപ്പെട്ട ഉമ്മയെ പരിചരിച്ചതിന്റെ പേരിൽ ഉമ്മയെ നോക്കിയിരുന്നവരാണ്. മുത്തുനബി തങ്ങൾ പറഞ്ഞു, സ്വഹാബികളെ, ഉവൈസ് ഇബ്നു ആമിർ നിങ്ങൾക്ക് വരാനിരിക്കുന്നു യമനിൽ നിന്ന്. മിൻ മുറാദിൻ മിൻ ഖർന്, ഖർനിൽ നിന്ന്, മുറാദ് ഉപകബീലയിൽ നിന്ന്. ലഹു വാലിദത്തുൻ ഹുവ ബിഹാ ബർറുൻ, അദ്ദേഹത്തിന് ഒരു ഉമ്മയുണ്ട്. ആ ഉമ്മയെ നന്നായി സ്നേഹിച്ച് പരിപാലിച്ചു പോരുന്ന ആളാണ്. ആ ഉവൈസുൽ ഖർനിയെ നിങ്ങളെങ്ങാനും കണ്ടാൽ അദ്ദേഹത്തോട് ദുആ ഇറക്കാൻ പറയണമേ. ലൗ അഖ്സമ അലല്ലാഹി ലഅബറഹു, അദ്ദേഹം എങ്ങാനും അല്ലാഹുവിൽ ആണയിട്ട് ഒരു വിഷയം പറഞ്ഞാൽ അല്ലാഹു നടത്തി കൊടുക്കുക തന്നെ ചെയ്യും. അല്ലാഹുവിൽ ആണയിട്ട് പറഞ്ഞാൽ അങ്ങനെയുണ്ട് ചില. ഇന്ന ലില്ലാഹി ഇബാദൻ ലൗ അറാദു അറാദല്ലാഹ് എന്ന് മഹാന്മാർ പറയുന്ന ചില ആളുകൾ അല്ലാഹുവിന്റെ ഔലിയാക്കന്മാരിലുണ്ട്. അല്ലാഹുവിൽ ആണയിട്ട് ചോദിച്ചാൽ അല്ലാഹു കൊടുത്തിരിക്കും. കാരണം എന്താണെന്നറിയോ? ഉമ്മാനെ നോക്കിയതിന്റെ പേരിൽ. സുബ്ഹാനല്ലാഹ്, ഉമ്മയെ നോക്കിയിരുന്ന ഒരു മഹാൻ. ലൗ അഖ്സമ അലല്ലാഹി ലഅബറഹു, അല്ലാഹുവിനെ സത്യം ചെയ്തൊരു കാര്യം പറഞ്ഞാൽ അല്ലാഹു അത് സാധിപ്പിച്ചു കൊടുക്കുക തന്നെ ചെയ്യും. ഉമ്മയും ഉപ്പയും സ്വർഗത്തിന്റെ വാതിലുകളാണ്. അല്ലാഹു സജ്ജനങ്ങളായ മക്കളെ അല്ലാഹു നമുക്ക് നൽകട്ടെ. മാതാപിതാക്കൾക്ക് ഗുണം ചെയ്യുന്ന മക്കളെ അല്ലാഹു നൽകട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. أم كنتم شهداء إذ حضر يعقوب الموت إذ قال لبنيه ما تعبدون من بعدي قالوا نعبد إلهك وإله آبائك إبراهيم وإسماعيل وإسحاق إلها واحدا
വനഹ്നു ലഹു മുസ്ലിമൂൻ. പ്രവാചകന്മാർക്ക് അല്ലാഹു നൽകിയ ഗുണങ്ങളിൽ ഏറ്റവും നല്ല ഗുണം മാതാപിതാക്കളെ പരിചരിക്കുന്ന മക്കളെ ലഭിച്ചതാണ്. ദുനിയാവിൽ പൈസ കിട്ടിയില്ല എന്ന് വരാം, ഒരു വീടുണ്ടായില്ല എന്ന് വരാം, വാഹനം ഉണ്ടായില്ല എന്ന് വരാം, ജോലി ഉണ്ടായില്ല എന്ന് വരാം. പക്ഷേ അല്ലാഹുമ്മ ഗ്ഫിർ ലി അബീ, അല്ലാഹുമ്മ ഗ്ഫിർ ലി ഉമ്മീ, എൻ്റെ ഉമ്മാക്ക് പുറത്തു കൊടുക്കണേ, എൻ്റെ ഉപ്പാക്ക് പുറത്തു കൊടുക്കണേ എന്ന് പറയാൻ ദുആ ഇറക്കാൻ ഒരു മോനെയോ ഒരു മോളെയോ കിട്ടിയാൽ ഏറ്റവും വലിയ സമ്പാദ്യമല്ലേ അത്? അല്ലാഹു നമ്മുടെ കൂട്ടത്തിൽ മക്കളില്ലാതെ വിഷമിക്കുന്ന ദമ്പതികൾക്ക് റബ്ബേ നീ കൺകുളിർമയുള്ള മക്കളെ കൊടുക്കണേ തമ്പുരാനേ. ഏറ്റവും വലിയ നന്മ ഈ ലോകത്ത് മാതാപിതാക്കൾക്ക് വേണ്ടി നന്മ ചെയ്യലാണ്. എങ്ങനെയൊക്കെ ചെയ്യാൻ പറ്റുമെന്ന് ഞാൻ പറയാൻ പോകുന്നു ഇൻഷാ അല്ലാഹ്. ഒരു മനുഷ്യൻ നടന്നു പോകുമ്പോ സ്വഹാബിമാര് പറഞ്ഞു, നബിയേ, നല്ല ആരോഗ്യമുള്ള ആള്, നല്ല മസിലുള്ള ആള്, പക്ഷെ എന്ത് കാര്യം, ആള് യുദ്ധത്തിനൊന്നല്ല വരുന്നത്, ആരോഗ്യമുണ്ട്. ചെറുപ്പക്കാര് കാണില്ല, ഒരു ജിമ്മിനൊക്കെ പോയിട്ട് നല്ല മസിലൊക്കെ വെച്ച് ഒരു ചെറിയ ടീഷർട്ടൊക്കെ ഇട്ടിട്ട് ഉഷാറായിട്ട് 6 പാക്ക് 8 പാക്ക് ഒക്കെ ഇട്ട് നടക്കുന്ന കാണാലോ. അപ്പൊ വെറുതെ ആർക്കെങ്കിലും കമന്റ് പറയാം, എന്താ പറയാ മസിലുണ്ടായിട്ട് എന്ത് കാര്യം എന്നൊരു കമന്റ് പറയുന്ന പോലെ സ്വഹാബിമാര് പറഞ്ഞു എന്നാണ്. അപ്പൊ നബി തങ്ങളുടെ മറുപടി വന്നു, ഇൻ കാന ഖറജ യസ്ആ അലാ വലദിഹി സിഗാറൻ ഫഹുവ ഫീ സബീലില്ലാഹ്. സ്വഹാബിമാരെ, ആരോഗ്യമുള്ള ആ മനുഷ്യൻ പിഞ്ചു പൈതങ്ങളായ കൊച്ചുമക്കൾക്ക് സംരക്ഷണം കൊടുക്കാൻ അന്നം തേടി ജോലി തേടി പോകുന്ന പോക്കാണെങ്കിൽ ആ മനുഷ്യൻ അല്ലാഹുവിന് വേണ്ടി ധർമ്മസമരം ചെയ്യുന്ന പോലെയാണ്. ആരോഗ്യമുള്ള ആളാണ്, ജോലിക്ക് പോവാൻ മതി, സ്വന്തം മക്കളെ പോറ്റാൻ വേണ്ടി പോവാൻ, അത് ജിഹാദിന് പോകുന്ന കൂലിയുണ്ട്. وإن كان خرج يسعى على أبويه شيخين كبيرين فهو في سبيل الله. പ്രായമായ വാർദ്ധക്യത്തിലേക്ക് എത്തി നിൽക്കുന്ന രണ്ടുപേർ, ഉമ്മയും ഉപ്പയും, ആ 2 സ്വർഗവാതിലുകൾ. ഉപ്പാക്ക് മരുന്നിന് വേണം, ഉമ്മാക്ക് ചികിത്സക്ക് വേണം. ഉപ്പയെ സംരക്ഷിക്കാനും ഉമ്മയെ സംരക്ഷിക്കാനും ജോലിക്ക് പോകുന്ന ആളാണ് അയാളെങ്കിൽ സ്വഹാബിമാരെ, അയാളുടെ ആരോഗ്യം ധർമ്മസമരത്തിനിറങ്ങിയ പോലെ തന്നെയല്ലോ, അത് ജിഹാദിന് പോകുന്ന പോലെ തന്നെയാണ് എന്ന് ഹബീബുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മദീന പള്ളിയുടെ മിമ്പറിൽ മുത്തുനബി തങ്ങൾ ചവിട്ടുപടി കയറിക്കൊണ്ടിരിക്കുമ്പോഴല്ലേ ദുആ ചെയ്തത്, ആമീൻ 3 പ്രാവശ്യം. അതിലൊരു ആമീനിന്റെ കാരണം നബി തങ്ങൾ പറഞ്ഞത്, ജിബ്രീൽ അലൈഹിസ്സലാം എന്നോട് വന്നു പറഞ്ഞു, റഗിമ അൻഫുഹു സുമ്മ റഗിമ അൻഫു. നബിയേ, ഒരു മനുഷ്യൻ മൂക്കുകൊണ്ട് മണ്ണ് തൊടട്ടെ, ഒരു മനുഷ്യന്റെ മുഖം മണ്ണ് കപ്പട്ടെ, ഒരു മനുഷ്യന്റെ മുഖം മണ്ണിൽ ഉരസട്ടെ. ആർക്ക് എന്ന് ചോദിച്ചപ്പോൾ, മൻ അദ്റക അബവൈഹി ഇൻദൽ കിബർ അഹദഹുമാ ഔ കിലൈഹിമാ ثم لم يدخل الجنة. മാതാപിതാക്കളിൽ ഒരാളെയോ 2 ആളെയോ വാർദ്ധക്യ സമയത്ത് കിട്ടിയിട്ട് ഒരു മനുഷ്യൻ, ഒരു മോന്, ഒരു മോൾക്ക് സ്വർഗത്തിൽ പോവാൻ കഴിഞ്ഞിട്ടില്ലെങ്കിൽ അവർക്ക് നാശമുണ്ടാവട്ടെ എന്നാണ് ദുആ ചെയ്യുന്നത് ജിബ്രീൽ അലൈഹിസ്സലാം. ഇങ്ങനെ ഉമ്മാക്കുപ്പാക്കും പ്രായമായപ്പോഴേ അവരെ വൃദ്ധസദനങ്ങളിൽ കൊണ്ടുപോയി ആക്കുകയല്ല, ആ ഉമ്മയെ പൊന്നുപോലെ, ആ ഉപ്പയെ പൊന്നുപോലെ നോക്കുന്ന ഒരു മോനാണ്, ഒരു മോളാണ്, അവർക്ക് സ്വർഗമാണ്. അങ്ങനെ ഒരു വാർദ്ധക്യത്തിൽ ഒരു പിതാവിനെയോ ഒരു ഉമ്മയെയോ കിട്ടിയിട്ട് ഒരു മകനും മകൾക്കും സ്വർഗം കിട്ടിയില്ലെങ്കിൽ പിന്നെ അവരെ എന്തിനു കൊള്ളാം? അവരുടെ മുഖം മണ്ണ് തൊടട്ടെ, മണ്ണിൽ ഉരസട്ടെ എന്ന് പറഞ്ഞ അവർക്ക് നഷ്ടം പറ്റട്ടെ എന്ന് പറഞ്ഞപ്പോ ആര് ദുആയിരുന്ന ദുആയാണിത്? ജിബ്രീൽ അലൈഹിസ്സലാം. ആരാ ആമീൻ പറഞ്ഞെന്നറിയോ? അഷ്റഫുൽ ഖൽഖ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹുവേ, ഇത് വലിയൊരു ഉത്തരവാദിത്തമാണല്ലേ. ഇപ്പൊ പല സംശയങ്ങളും വരില്ല, ഇങ്ങനെ എൻ്റെ ഉമ്മയും മാപ്പിയും എന്നോട് അങ്ങനെ പെരുമാറുന്നില്ലല്ലോ, അവരെന്നോട് നല്ല നിലക്കല്ലല്ലോ, പിന്നെ എങ്ങനെയാ? ഉമ്മമാരും ഉപ്പമാരും ഒന്ന് ശ്രദ്ധിക്കണേ, മക്കളോട് വിവേചനം കാണിച്ചുകൂടാന്നാണ്.
നബിയോട് ഒരാൾ വന്ന് പറഞ്ഞു, നബിയെ, ഞാൻ മദീനയിലെ ഇന്നാലിന്ന സ്ഥലം ഇന്ന ഒരു മോനെ നഹൽതുഹു, ഞാൻ വെറുതെ കൊടുത്തിട്ടുണ്ട് നബിയെ. തങ്ങൾ ചോദിച്ചു, നിങ്ങൾക്ക് എത്ര മക്കളുണ്ട്? ഒന്നിലേറെ മക്കളുണ്ട്. എല്ലാവർക്കും കൊടുത്തോ? ഇല്ല, ഒരു മോനെ കൊടുത്തത്. കൊടുക്കുകയാണെങ്കിൽ എല്ലാവർക്കും കൊടുക്കണം, നീതി പാലിക്കണം, നിങ്ങൾ നീതി പാലിക്കണം മക്കളോടെന്ന് മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളും പരിശുദ്ധ ഖുർആനും ഉമ്മയുടെ മഹത്വം പഠിപ്പിച്ചു. നമുക്കൊക്കെ അതറിയാം. വാപ്പയെ ആര് പറഞ്ഞു? വിശുദ്ധ ഖുർആൻ മാതാപിതാക്കളെ നോക്കണമെന്ന് പറഞ്ഞിട്ട് ഉമ്മയുടെ കാര്യമാ പറഞ്ഞത്, വാപ്പയെ പറഞ്ഞിട്ടില്ല. ഉമ്മയും വാപ്പയും നോക്കണം, പക്ഷെ വാപ്പയുടെ വിഷയം വിശദീകരിച്ചില്ല. മനുഷ്യനോട് നാം വസിയ്യത്ത് ചെയ്യുകയാണ്, അവനവന്റെ ഉമ്മയെ വാപ്പയെ ശരിക്കും പരിപാലിക്കണം എന്ന് പറഞ്ഞിട്ട് ഹമലതുഹു ഉമ്മുഹു വഹ്നൻ അലാ വഹ്ൻ, ക്ഷീണത്തിനുമേൽ ക്ഷീണമായി, വിഷമങ്ങൾക്കുമേൽ വിഷമമായി, പരാധീനതകൾക്കുമേൽ പരാധീനതയായി അവനെ കൊണ്ട് ചുമന്നു നടന്നവളാണ് അവന്റെ ഉമ്മ. വഫിസാലുഹു ഫീ ആമൈൻ, 2 വർഷം അവനെ മുലയൂട്ടിയ ഉമ്മയാണത്. വാപ്പയെ പറ്റി പറഞ്ഞിട്ടില്ല. അനിഷ്കുർലി വലിവാലിദൈക, എനിക്ക് നന്ദി ചെയ്യണം, നിന്റെ ഉമ്മാക്കും ഉപ്പാക്കും നന്ദി ചെയ്യണം. പക്ഷെ വിശദീകരിച്ചത് ആരുടെ കാര്യമാണ്? ഉമ്മയുടെ കാര്യമാണ്. വാപ്പയുടെ കാര്യം എന്ത് വിശദീകരിക്കാഞ്ഞെന്നറിയോ? കുട്ടി കാണുന്നുണ്ട്, വാപ്പ ജോലിക്ക് പോയിട്ടുണ്ട്, വരുന്നുണ്ട്, വാപ്പ അധ്വാനിക്കുന്നുണ്ട്, കച്ചവടം ചെയ്യുന്നുണ്ട്, വാപ്പ കൊണ്ടുകൊടുക്കുന്നത് ഉമ്മ ഭക്ഷണം വെച്ച് തരികയല്ലാതെ ഉമ്മ എനിക്ക് വേണ്ടി എന്ത് ചെയ്തു? ഉമ്മയുടെ കാര്യം ഇവൻ കണ്ടിട്ടില്ല. അവനെ ഉമ്മ ഗർഭം ചുമന്നത് അത് അല്ലാഹു വിവരിച്ചു. മോനെ, നിന്നെ ഗർഭം ചുമന്ന ഉമ്മയാണത്. അതുകൊണ്ടാണ് ഉമ്മാന്റെ കാര്യം വിശദീകരിച്ചത്. വാപ്പാന്റെ അവൻ കാണുന്നുണ്ടല്ലോ. പക്ഷേ നബി തങ്ങൾ പറഞ്ഞു, അൽ വാലിദു ഔസതു അബ്വാബിൽ ജന്ന, സ്വർഗ്ഗത്തിന്റെ വാതിലുകളിൽ ഏറ്റവും ഉയർന്ന വാതില് ഉപ്പയാണ്, പിതാവാണെന്ന് മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഈസ നബി അലൈഹി സ്വലാത്തു വസ്സലാം പിഞ്ചു പ്രായത്തിൽ സംസാരിച്ച മോനാണ്. തൊട്ടിൽ കിടന്നപ്പോ ഇഅ്ജാസ് കാണിച്ച മഹാനാണ് മഹാനായ ഈസ ഇബ്നു മറിയം അലൈഹിസ്സലാം. മഹാന്റെ വർത്തമാനം വിശുദ്ധ ഖുർആൻ പറയുന്നുണ്ട്. സൂറത്തു മറിയം, വജഅലനി മുബാറകൻ ഐനമാ കുൻതു വഔസാനി ബിസ്സലാത്തി വസ്സകാത്തി മാ ദുംതു ഹയ്യാ വബർറൻ ബിവാലിദതി വലം യജ്അൽനി ജബ്ബാറൻ ശഖിയാ. അല്ലാഹു എന്നെ ബറക്കത്തുള്ളവനാക്കിയിരിക്കുന്നു. ഐനമാ കുൻസ്, ഞാൻ എവിടെയാണെങ്കിലും അല്ലാഹു എനിക്ക് ബറക്കത്ത് തന്നിട്ടുണ്ട്. എന്നോട് നിസ്കരിക്കാനും സകാത്ത് കൊടുക്കാനും ജീവിച്ചിരിക്കുന്ന കാലം അത്രയും അല്ലാഹു നിർദ്ദേശിച്ചിട്ടുണ്ട്. വബർറൻ ബിവാലിദതി, എൻ്റെ ഉമ്മയോട് നന്നായി പെരുമാറണമെന്നും അല്ലാഹു എന്നോട് വസിയ്യത്ത് ചെയ്തു. എന്തേ വാപ്പയെ പറയാതിരുന്നത്? ഈസാ നബിക്ക് വാപ്പല്ലല്ലോ, ഉമ്മയല്ലേ ഉള്ളൂ. ഈസാ നബിക്ക് വാപ്പല്ലല്ലോ, ഉമ്മയിൽ നിന്നുണ്ടായതല്ലേ. അതുകൊണ്ട് വബർറൻ ബിവാലിദതി, എൻ്റെ ഉമ്മയോട് കരുണ ചെയ്യണമെന്നും വലം യജ്അൽനി ജബ്ബാറൻ ശഖിയാ, വളരെ കടുത്ത മനസ്സോടെ പെരുമാറുന്ന അഹങ്കാരിയാക്കിയിട്ടില്ല അല്ലാഹു എന്നെ. ഇതൊരു സൗഭാഗ്യമാണ്. മനുഷ്യന് അഹങ്കാരം വന്നു പോകുന്നത് ഖുദ്ലാൻ, പരാജയത്തിന്റെ അടയാളമാണ്. അല്ലാഹു കാത്തുരക്ഷിക്കട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. അതുകൊണ്ടാണ് മുഹമ്മദ് ബിനുൽ മുൻകദിർ, സുഹാഹിന്റെ ഇമാമുമാർ ഹദീസുകൾ റിപ്പോർട്ട് ചെയ്ത മഹാനാണിത്. റാവിയാണ്, തിഖത്താണ്. മുഹമ്മദ് ബിൻ മുൻകദിർ റഹ്മത്തുള്ളാഹി അലൈഹി തന്റെ ഉമ്മയുടെ കാല് വേദനിച്ചപ്പോ ഒരു രാത്രി മുഴുവനും ഉമ്മയുടെ കാല് മസാജ് ചെയ്തു കൊടുത്തിട്ടുണ്ട് മഹാനായ മുഹമ്മദ് ബിനുൽ മുൻകദിർ റഹ്മത്തുള്ളാഹി അലൈഹി. അദ്ദേഹത്തിന്റെ കച്ചവടത്തിലെ ഒരു സത്യസന്ധത കണ്ടപ്പോഴാണ് അറാബി പറഞ്ഞു പോയത്, വബിഹി നുംതറു ഫീ ബവാദീന, ഈ സത്യസന്ധനായ കച്ചവടക്കാരൻ ഉള്ളതുകൊണ്ടാ ഞങ്ങൾക്ക് നാട്ടിൻപുറങ്ങളിൽ അള്ളാഹു മഴ തരുന്നത് എന്ന് പറഞ്ഞ അള്ളാഹുവിന്റെ വലിയ ആരിഫാൻ
മുഹമ്മദ് ഇബ്നുൽ മുൻകദിർ, താബിഈങ്ങളുടെ തൊട്ടുടനെയുള്ള ആ കാലഘട്ടത്തിൽ കഴിഞ്ഞുപോയ മഹാൻ. ഒരു രാത്രി മുഴുവൻ മഹാനായ മുഹമ്മദ് ഇബ്നുൽ മുൻകദിർ തങ്ങള് ഉമ്മയുടെ കാല് വേദനിക്കുന്നു പറഞ്ഞപ്പോ കാല് മസാജ് ചെയ്തു കൊടുത്തു. ആ സമയം മഹാനവറുടെ ജ്യേഷ്ഠൻ നിസ്കാരവും സുജൂദുമായിട്ട് രാത്രി ഇബാദത്തിലാണ്. ഇവരാണെങ്കിലോ ഉമ്മയുടെ അങ്ങനെ ഉണ്ടാവുമല്ലോ, ജ്യേഷ്ഠൻ പള്ളിയിലെ ഇമാമാണ്, മകൻ ഉമ്മയെ ഹോസ്പിറ്റലിൽ നോക്കുകയാണ്, ജ്യേഷ്ഠൻ മുദരിസാണ്, അനുജൻ ഉമ്മയുടെ കൂടെ ആശുപത്രി കിടക്കയിലാണ് ഉമ്മയെ നോക്കുന്നത്. ഈ അനുജൻ ജ്യേഷ്ഠൻ ചെയ്യുന്ന ഇബാദത്തിനേക്കാളും വലിയ ഇബാദത്താണ് ഉമ്മയെ പരിപാലിക്കുന്നത്. മുഹമ്മദ് മുൻകദിർ തങ്ങൾ പറയുമായിരുന്നു, എന്നോടെങ്ങാനും എൻ്റെ ജ്യേഷ്ഠൻ നിങ്ങൾ നിസ്കരിച്ചോളൂ, ഞാൻ ഉമ്മയുടെ കാല് മസാജ് ചെയ്ത് കൊടുക്കാം, ഉമ്മയുടെ കാല് ഞെക്കിക്കൊടുക്കാം, ഉമ്മയുടെ കാലിന്റെ വേദന മാറുന്നവരെ ഒന്ന് തടവിക്കൊടുക്കാം, ഞാൻ ചെയ്തോളാം, നിങ്ങൾ നിസ്കരിച്ചോളൂ എന്ന് പറഞ്ഞാൽ പോലും ഞാനത് പകരം കൊടുക്കാൻ ഒരുക്കമല്ല. ഉമ്മയുടെ കാലിന് വേദനയുള്ളതിന്റെ പേരിൽ ഉമ്മയുടെ കാല് തടവി കൊടുക്കുന്നതിനേക്കാളും പുണ്യമുള്ളതല്ല ആ രാത്രി നേരത്തെ നിസ്കാരമെന്ന് ഹദീസ് പണ്ഡിതനായ മുഹമ്മദ് ഇബ്നുൽ മുൻകദിർ തങ്ങള്. അപ്പൊ ഉമ്മക്ക് ഖിദ്മത്തെടുക്കലാണ് കൂലി, വാപ്പയെ ഖിദ്മത്തെടുക്കലാണ് കൂലി ആ നിസ്കാരത്തെക്കാളും. സൈനുൽ ആബിദീൻ സയ്യിദാണ്, സാദാത്തു താബിഈൻ, താബിഈങ്ങളിലെ മഹാന്മാരിൽപ്പെട്ട മഹാനായ സൈനുൽ ആബിദീൻ തങ്ങള് ഉമ്മയോട് ഒരുപാട് ബഹുമാനമുള്ള ഒരു മഹാനായിരുന്നു. ഉമ്മയെ വല്ലാത്ത സ്നേഹമാണ്. ആളുകൾ പറഞ്ഞു, സൈനുൽ ആബിദീൻ തങ്ങളെ, നിങ്ങൾ ഉമ്മയോട് വല്ലാത്ത സ്നേഹമുള്ള ആളാണല്ലോ, നിങ്ങളും ഉമ്മയും എന്താ ഒരു പാത്രത്തിൽ നിന്ന് ഭക്ഷണം കഴിക്കാത്തത് എന്ന് ചോദിച്ചു. ഈ ഒരു പാത്രത്തിൽ നിന്ന് ഭക്ഷണം കഴിക്കുക എന്ന് പറഞ്ഞൊരു സുന്നത്തുണ്ടല്ലോ, നമ്മളെല്ലാവരും ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിക്കുക. അത് ഈ അടുത്ത കാലത്ത് നമ്മുടെ ഇടയിൽ നബി തങ്ങളുടെ ആ സുന്നത്ത് ഹയാത്താക്കിയ മഹാനായ അത്തിപ്പറ്റ ഉസ്താദാണ് ഞാൻ കണ്ടെടുത്തോളം. 4 ആൾ കൂടിയിരുന്നാലും ഒരു പ്ലേറ്റിൽ നിന്ന് ഭക്ഷണം കഴിക്കുക എന്നാ ഉസ്താദ് പറയാം. 10 ആളാണെങ്കിലും ഒരു വലിയ പാത്രം കൊണ്ടുവരില്ല, എല്ലാവർക്കും ചുറ്റുമിരിക്കാം. എൻ്റെ കണ്ണുകൊണ്ട് എനിക്ക് കാണാൻ പറ്റിയിട്ടുണ്ട്. അല്ലൈനിൽ ഉസ്താദ് ജോലി ചെയ്തിരുന്ന ഔഖാഫിൻ്റെ ഇമാമായിരുന്നല്ലോ, വലിയ അത്ഭുതമാണ്. ശമ്പളം കിട്ടിയ വിസിറ്റ് വന്ന ഉസ്താദുമാർക്ക് കൊടുക്കല പരിപാടി. വിസിറ്റ് വന്ന ഉസ്താദ് പെരൻ്റെ ഒരു നില കഴിഞ്ഞ് 2ാം നില ഉണ്ടാക്കാനാണ് വന്നിട്ടുണ്ടാവുക. ഉസ്താദിന് വീട് പോലും ഇല്ലാത്ത സമയമാണ്. പക്ഷേ ഉസ്താദ് നമ്മുടെ വിരുന്നേര് വന്നിട്ടുണ്ടെന്നാണ് പറയാം. ഉസ്താദ്മാർ കൊടുക്കും, കിട്ടുന്ന പൈസ മുഴുവൻ കൊടുക്കും. ശമ്പളം കിട്ടുന്ന പൈസ മുഴുവൻ ദാനം ചെയ്ത് തീർത്തപ്പോഴാണ് ഉസ്താദിന്റെ മോനെ അല്ലേക്ക് കൊണ്ടുവന്നത്. വീട്ടിലുള്ള ചെലവിന് മാറ്റി വെച്ചിട്ട് ബാക്കി വാപ്പാന്റെ കൈ കൊടുത്താൽ മതി. അങ്ങനത്തെ ഒരു മഹാൻ. ഇങ്ങനെ കണ്ടോ, അവിടെ പാകിസ്ഥാനികളും ഇന്ത്യക്കാരും ഒക്കെ ഉള്ള ഒരു സദസ്സ്. റമദാൻ അല്ലൈൻ ബസ് സ്റ്റാൻഡിന്റെ നേരെ ഓപ്പോസിറ്റ് ഒരു മാർക്കറ്റാണ്, ഫ്രൂട്ട്സിന്റെയും ഇതിൻ്റെയൊക്കെ ഒരു മാർക്കറ്റാണ്. അല്ലയിൽ പോയവർക്കറിയാം. ആ പള്ളിയിൽ ഉസ്താദ് ഉണ്ടാകുമ്പോൾ അവിടെ ഈ ചുമട്ട് തൊഴിലാളികളായ ആൾക്കാരൊക്കെ വരും ഉസ്താദിന്റെ കൂടെ നോമ്പ് തുറക്കാൻ. അതിൽ ചപ്പാത്തി ഉണ്ടാവും, അപ്പം ഉണ്ടാകും, ബിരിയാണി ഉണ്ടാവും, സാമ്പാറും ഉണ്ടാവും, പച്ചക്കറി, മീൻകറി, ഇറച്ചിയൊക്കെ ഉണ്ട്. എല്ലാം ഒരുമിച്ച് ഒരു തട്ടിൽ. എന്നിട്ട് വട്ടത്തിലിരുന്ന് ബിസ്മി ചൊല്ലി അതവോടുകൂടെ ഭക്ഷണം കഴിപ്പിക്കും. ഉസ്താദ് കുറച്ചേ കഴിക്കുള്ളൂ, എല്ലാവരും കഴിക്കാൻ വേണ്ടി പറയും. എല്ലാവരും കഴിച്ച് കഴിഞ്ഞിട്ട് ഉസ്താദ് ചെയ്തൊരു പണിയുണ്ട്. യാ അല്ലാഹ്, ഞാൻ ഇപ്പോഴും ഓർക്കുകയാണ്. അതിൽ പാകിസ്ഥാനികളുണ്ട്, പട്ടാണികളുണ്ട്, ബംഗാളികളുണ്ട്, മലയാളികളുണ്ട്. ഒക്കെ കഴിച്ച് എണീറ്റ് പോയ ആ പാത്രത്തിൽ കറിയും വറ്റുകളിൻ്റെയൊക്കെ അംശങ്ങളുണ്ട്. ഉസ്താദ് എല്ലാവരും എണീറ്റപ്പോൾ 2 ഗ്ലാസ് വെള്ളം അതിലേക്ക് ഇങ്ങനെ ഒഴിച്ചിട്ട് എല്ലാ വക്കിലും മൂലയിലുള്ള കറിയുടെ അംശങ്ങളൊക്കെ വടിച്ചെടുത്തിട്ട് ആ തട്ടെടുത്തിട്ട് പിടിച്ചു. ഒരു ഭക്ഷണത്തിന്റെ തളിക പോലും നഷ്ടപ്പെടുത്തരുതേ. ലാ തദ്രി ഫി അയ്യിഹൽ ബറക, ഏതിലാണ് ബറക്കത്ത് എന്ന് അറിയില്ലല്ലോ എന്ന് പറഞ്ഞിട്ട് അദബ് പഠിപ്പിച്ച മഹാനാണ്. അള്ളാഹു മഹാന്റെ ഖബറും സ്വർഗ്ഗത്തോപ്പാക്കി കൊടുക്കട്ടെ. ആ ഒരു സുന്നത്തെ ഉസ്താദ് എപ്പോഴും ഒരുമിച്ചിരിക്കാനേ പറയുള്ളൂ. ഉസ്താദെങ്ങാനും ഈ സദസ്സിലേക്ക് വരികയായിരുന്നെങ്കിൽ ഒരുപക്ഷെ ഇവിടുത്തെ ചെയറൊക്കെ മാറ്റിവെച്ച് പായ വിരിക്കാൻ വേണ്ടി പറയും. പായ വിരിച്ചിട്ട് താഴെ ഇരിക്കുള്ളൂ. അങ്ങനത്തെ ഒരു തസൗഫിന്റെ ആലിമീങ്ങളുടെ ലക്ഷണങ്ങൾ, എന്തൊക്കെ ഒരു ആലിമിന്റെ ലക്ഷണങ്ങളിൽ മഹാന്മാർ എഴുതി വെച്ചിട്ടുണ്ടോ അതൊക്കെ കാണപ്പെടുന്ന ഒരു വലിയ അത്ഭുതമായിരുന്നു മഹാനവറുകൾ. ഒരുമിച്ചിരുന്ന ഭക്ഷണം നമ്മുടെ വീട്ടിൽ പോലും ഉണ്ടോ അങ്ങനെ? ഓരോരുത്തർ ഓരോ പ്ലേറ്റിലല്ലേ.
ഒരുപാട് കൈകളിട്ട് തിന്നുന്ന ഭക്ഷണമാണ് ഏറ്റവും ബറക്കത്തുള്ളതെന്ന് നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എന്ന് പറഞ്ഞാൽ എന്താ? ഒരു പാത്രത്തിൽ നിന്ന് കഞ്ഞി കുടിക്കുക, ഒരു പാത്രത്തിൽ നിന്ന് ചോറ് കഴിക്കുക, ഒരു പാത്രത്തിൽ നിന്ന് ഭക്ഷണം കഴിക്കുക, എല്ലാവരും വട്ടത്തിലിരുന്ന് കഴിക്കുക. ഇരിക്കട്ടെ, മഹാനായ സൈനുൽ ആബിദീൻ തങ്ങളോട് ചോദിച്ചു, നിങ്ങൾക്ക് ഉമ്മയോട് വലിയ ഇഷ്ടമല്ലേ? എന്നിട്ട് എന്താ നിങ്ങളും ഉമ്മയും ഒരു പാത്രത്തിൽ നിന്ന് കഴിക്കാത്തത് എന്നാ ചോദ്യം. ഒരു പാത്രത്തിനല്ലേ കഴിക്കേണ്ടത്, നിങ്ങൾ എന്താ അങ്ങനെ കഴിക്കാത്തത്? അതിന് മഹാനായ സൈനുൽ ആബിദീൻ തങ്ങൾ കൊടുത്ത മറുപടിയുണ്ട്. അഖാഫു അൻ തസ്ബിഖ യദി ഇലാ മാ സബഖത ഇലൈഹി ഐനുഹാ. ഞാനും ഉമ്മയും ഒരു തളികയിൽ നിന്ന് ഭക്ഷണം കഴിക്കുമ്പോ എൻ്റെ ഉമ്മയുടെ കണ്ണെത്തി നിൽക്കുന്ന ഒരു ഭക്ഷണത്തിന്റെ ഒരു ഭാഗത്തേക്ക് ഞാൻ എൻ്റെ കൈ നീട്ടുമോ എന്ന് ഞാൻ പേടിച്ചതുകൊണ്ടാണ്. ഭക്ഷണത്തിൽ നിന്ന് ഉമ്മ എടുക്കാൻ ആഗ്രഹിക്കുന്ന ഭക്ഷണത്തിന്റെ ഭാഗം അറിയാതെ ഞാനെങ്ങാനും എടുത്തു പോകുമോ എന്ന പേടികൊണ്ട് ഉമ്മയുടെ കൂടെ ഒരു പാത്രത്തിൽ ഞാൻ ഭക്ഷണം കഴിച്ചിട്ടില്ല. അല്ലായിരുന്നെങ്കിൽ ഉമ്മയുടെ കൂടെ ഇരുന്ന് ഭക്ഷണം കഴിക്കാൻ എനിക്ക് ഇഷ്ടമാണ്. പക്ഷേ എൻ്റെ ഉമ്മയുടെ കണ്ണെങ്ങാനും ഭക്ഷണത്തിൽ ഏതെങ്കിലും ഒരു അംശത്തിലേക്ക് കണ്ണ് തട്ടുകയും ഉമ്മാക്കത് വേണമെന്ന് ആഗ്രഹമുണ്ടായിട്ട് ഉമ്മത് പറയാതിരിക്കുകയും ചെയ്ത് ഞാൻ അറിയാതെ എടുത്തുപോയാലോ, അതുകൊണ്ടാണ് ഞാനത് ചെയ്യാത്തത് എന്ന് മഹാനായ അലി സൈനുൽ ആബിദീൻ റളിയല്ലാഹു തആല അൻഹു, മഹാനായ അബ്ദുല്ലാഹി ഇബ്നു ഔൻ റളിയല്ലാഹു അൻഹു 2 അടിമകളെ മോചനം ചെയ്യാൻ ഒരു കാരണമുണ്ടായിട്ടുണ്ട്. 2 അടിമകളെ അള്ളാഹുവിന് വേണ്ടി ദാനം ചെയ്തു. അടിമകൾ എന്ന് പറഞ്ഞ് നല്ല വിലയുള്ളവരാണ്. അടിമകൾക്ക് അടിമമോചനം, അവർക്ക് ഹുർരിയ, സ്വാതന്ത്ര്യം കിട്ടണമെങ്കിൽ ഒരുപാട് കാശ് കൊടുക്കേണ്ടി വരും. മഹാനായ സൽമാനുൽ ഫാരിസി റളിയല്ലാഹു അൻഹു സ്വാതന്ത്ര്യം കിട്ടാൻ വേണ്ടി 40ഓളം ഈത്തപ്പനകൾ കൊടുക്കേണ്ടി വന്നിട്ടുണ്ട് മുതലാളിക്ക്. നല്ല വിലപിടിപ്പുള്ള അടിമകളുണ്ട്. 2 അടിമകളെ മോചനം ചെയ്യാൻ കാരണം എന്താണെന്നറിയോ? ഉമ്മ വിളിച്ചു മഹാനായ അബ്ദുല്ലാഹി ഇബ്നു ഔൻ റളിയല്ലാഹു അൻഹുവിനെ. അബ്ദുല്ലാഹ് എന്ന് വിളിച്ചപ്പോ എന്തേ ഉമ്മ എന്ന് മറുപടി പറഞ്ഞത് ഇച്ചിരി ശബ്ദം കൂടിപ്പോയി. റബ്ബേ, എൻ്റെ ഉമ്മയോട് ഞാൻ പറഞ്ഞപ്പോ ശബ്ദം കൂടിപ്പോയല്ലോ. ആ ഒരു തെറ്റിന് അല്ലാഹുവേ നീ എനിക്ക് മാപ്പ് തരണമെങ്കിൽ ഞാനിതാ 2 അടിമകളെ നിനക്ക് വേണ്ടി ഇത്ഖ് ചെല്ലുകയാണ്. അങ്ങനെ 2 അടിമകളെ മോചനം ചെയ്തു. ഒരു തവണ ഒച്ച വെച്ച് സംസാരിച്ചത് വരും. നമ്മളെ സ്കൂൾ കുട്ടികളും പ്ലസ് ടുവിന് പോകുന്ന കുട്ടികളും ഡിഗ്രിക്ക് പോകുന്ന, ഉമ്മ ബാഗ് എവിടെ, ഉമ്മ ഷർട്ട് എവിടെ, ഉമ്മ ടൈ എവിടെ, ഉമ്മ ഷൂ എവിടെ, ഉമ്മാന്റെ പെണ്ണെവിടെ? എന്താ ഉമ്മ വേലക്കാരിയാണോ വീട്ടിലെ? മുതിർന്ന മക്കളെ, അവർക്ക് അവരുടെ ഡ്രസ്സ് വാഷ് ചെയ്യാൻ അറിയും, അത് ഇസ്തിരി ഇട്ട് വെക്കാൻ അറിയാം, അവരുടെ പുസ്തകങ്ങൾ മാറ്റിവെക്കാൻ അറിയാം. 4-5 മക്കളെ വളർത്തുന്ന ഒരു ഉമ്മയോട് ഈ മുതിർന്ന മക്കളും ചോദിക്കുക, അടിമകളോട് ചോദിക്കുന്ന പോലെ. അന്ത്യനാളിന്റെ അടയാളങ്ങളായി നബി തങ്ങൾ പറഞ്ഞത് അൻതലിദൽ അമതു റബ്ബതഹ, ഒരു അടിമ സ്ത്രീ തന്റെ ഉടമസ്ഥയെ പ്രസവിക്കലാണ്. 27ഓളം 30ഓളം മഅനകൾ മഹാന്മാർ അതിന് കൊടുത്ത കൂട്ടത്തിൽ അടിമകളോട് പെരുമാറുന്ന പോലെ നമ്മുടെ മക്കൾ, പ്രത്യേകിച്ച് പെൺമക്കൾ, ഉമ്മമാരോട് അടിമകളോട് പറയുന്ന പോലെ പറയുന്ന കാലം അന്ത്യനാളിന്റെ അടയാളമെന്ന് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. നമ്മൾ പേടിക്കണം. അത് ഉമ്മമാർ നിങ്ങളുടെ വേലക്കാരികളല്ല, ഉമ്മമാർ നിങ്ങളുടെ അടിമകളല്ല എന്ന് മനസ്സിലാക്കണം. ഉമ്മയോട് ഉമ്മ എന്ന് നല്ല നിലക്ക് മറുപടി കൊടുത്ത ആ ഒരു വാക്ക് ശബ്ദമേറിപ്പോയോ എന്ന് പേടിച്ചതിന്റെ പേരിൽ 2 അടിമകളെ മോചനം ചെയ്ത അബ്ദുല്ലാഹി ഇബ്നു ഔൻ റളിയല്ലാഹു തആല അൻഹു ഈ കൂട്ടത്തിൽ നമ്മുടെ മുമ്പിലുണ്ട്. ആലിമീങ്ങൾ അവരവരുടെ മാതാപിതാക്കൾക്ക് ദുആ ചെയ്യുമായിരുന്നു. പേരെടുത്ത് പറഞ്ഞിട്ട് ഗുരുനാഥന്മാർക്ക്, ഉസ്താദുമാർക്ക് ദുആ ചെയ്യും. ഹനഫി മദ്ഹബിന്റെ ഇമാമിങ്ങളിൽ അബൂ ഹനീഫ തങ്ങളുടെ സ്വാഹിബ് എന്നറിയപ്പെടുന്ന അബൂ യൂസുഫ് റഹ്മത്തുള്ളാഹിൽ ഫഖീഹ് മഹാനവറുകൾ അബൂ ഹനീഫ തങ്ങളുടെ ശിഷ്യനാണ്. ഹനഫി മദ്ഹബ് ക്രോഡീകരിച്ച മഹാനാണ്. മഹാനവറുകൾ ദുആ ചെയ്യുമ്പോൾ പറയുമത്രേ, അല്ലാഹുമ്മ ഗ്ഫിർ ലി അബവയ്യ വലി അബീ ഹനീഫ, അല്ലാഹുവേ എൻ്റെ ഉമ്മാക്കും ഉപ്പാക്കും പുറത്തു കൊടുക്കണമേ, എൻ്റെ ഗുരുനാഥനായ അബൂ ഹനീഫ തങ്ങൾക്ക് പുറത്തു കൊടുക്കണമേ. യാ അല്ലാഹ്, എന്തൊരു ബഹുമാനം, എന്തൊരു ആദരവ്. അമ്പിയാക്കന്മാരിൽ മക്കളെ കൊണ്ട് സൗഭാഗ്യം കിട്ടിയ ഒരു ഉപ്പയാണ് നബിയുല്ലാഹി ഇബ്രാഹിം അലൈഹിസ്സലാം. ഭാഗ്യവാനായ ഉപ്പയാണ്, ഭാഗ്യവാനായ ഉപ്പയാണ്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം.
وإذ يرفع إبراهيم القواعد من البيت وإسماعيل ربنا تقبل منا إنك أنت السميع العليم. മകനെയും കൂട്ടി അള്ളാഹുവിന്റെ കഅബാലയം പടുത്തുയർത്താൻ ഭാഗ്യമുണ്ടായ ഒരു പ്രവാചകൻ മോൻ ഇറക്കണമെന്ന് പറഞ്ഞപ്പോ, ഉപ്പാ നിങ്ങളോട് അല്ലാഹ് എന്ത് പറഞ്ഞു അത് ചെയ്തോളൂ ഉപ്പാ എന്ന് പറഞ്ഞൊരു മോൻ അല്ലേ. മോനെ, ഇന്നി അറാ ഫിൽ മനാമി അന്നി അദ്ബഹുക ഫൻദുർ മാദാ തറാ. മോന്റെ അഭിപ്രായം എന്താ? മോൻ അറുക്കുന്നതായിട്ട് ഞാൻ കാണുന്നു. നമ്മുടെ കുട്ടികളോടൊക്കെ പറഞ്ഞു നോക്കണ്ടേ, മോൻ അറുക്കണതായിട്ട്, മോനെ 4 അടി അടിക്കണതായിട്ട് ഞാൻ കാണുന്നു സ്വപ്നത്തിൽ എന്ന് പറഞ്ഞാൽ തന്നെ വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോകില്ലേ? ഉസ്താദ്മാരെന്ന് അടിയിട്ടെന്ന് വിചാരിച്ച് ഇറങ്ങി ഉടനെ എത്ര മുത്തല്ലിമീങ്ങളുണ്ട്. ആ വഴിക്കന്നെ പിന്നെ വരും, ഞാൻ പഠിക്കണമെന്നല്ല, ഇങ്ങനെ സർഫനാകുന്നത് ഇങ്ങനെ പഠിച്ചാൽ ശരിയാവില്ല എന്ന് പറഞ്ഞ് ഉസ്താദിന്റെ അടി കിട്ടുമോ? ഇത് അടിയല്ല, ബലിയർപ്പണം ചെയ്യുന്നു എന്നാ കാണുന്നത്. ഇസ്മായിൽ നബി എന്ന കൊച്ചുകുട്ടിയാണത്, 12 വയസ്സിന് താഴെ. യാ അബതി ഫഅൽ മാ തുഅമർ സതജിദുനി ഇൻഷാ അല്ലാഹു മിനസ് സ്വാബിരീൻ. ഉപ്പാ, അല്ലാഹു എന്താണോ നിങ്ങളോട് പറയുന്നത് അത് ചെയ്തേക്കിനുപ്പാ, ഞാൻ ക്ഷമിച്ചുകൊള്ളാം. ഫലമ്മാ അസ്ലമ വതല്ലഹു ലിൽ ജബീൻ. മിനായിലൂടെ പോകുമ്പോ കാണാൻ പറ്റുമെന്ന്, മക്കയിൽ ചെന്നാൽ മിനായിലൂടെ കടന്നു പോകുമ്പോ ഇടത് ഭാഗത്തൊരു മലയുടെ മുകളിൽ ഒരു ചെറിയ കൊച്ചു മിനാരം പോലെ അടയാളപ്പെടുത്തിയിട്ടുണ്ട് അല്ലേ, കണ്ടിട്ടുണ്ടാവും. ഇസ്മായിൽ നബി ഇറക്കം കിടത്തിയ സ്ഥലം. ചിരിച്ചു കിടത്തിയപ്പോ വനാദൈനാഹു അയ്യാ ഇബ്രാഹീം, അല്ലാഹു വിളിച്ചു പറഞ്ഞു, ഇബ്രാഹീമേ ഖദ് സദ്ദഖത റുയാ, നിങ്ങൾക്ക് സ്വപ്നമായി തന്ന ദിവ്യബോധനം നിങ്ങൾ സത്യസന്ധമായി പുലർത്തിയിരിക്കുന്നു. ഇന്നാ കദാലിക നജ്സിൽ മുഹ്സിനീൻ, നല്ല ഒരു ഉപ്പയും നല്ലൊരു മോനുമാണ് നിങ്ങൾ. നിങ്ങൾക്ക് ഞാൻ, അല്ലാഹു പറയുന്നു, നിങ്ങൾക്ക് ഞാൻ ഇഹ്സാൻ പകരമായി നൽകുന്നു, നിങ്ങൾക്ക് ഞാൻ പ്രതിഫലം നൽകുന്നു. വല്ലാത്തൊരു ഭാഗ്യമാണ്. യ ഫൈസാന നസർതാ, ये फैजान नजर था या मकतब की करामत थी, सिखाया किसने इस्माइल को आदाब फर्जंदी. ये फैजान नजर था, ഇതൊരു ദിവ്യ കടാക്ഷമായിരുന്നു, ഇതൊരു ദിവ്യ നോട്ടമായിരുന്നു. യാ മക്തബ് കി കറാമത്തി, അതല്ല ഇസ്മായിൽ നബി പഠിച്ച കൊച്ചു മദ്രസയുടെ കറാമത്താണോ? ആരാണ് ഈ മോന് ഇങ്ങനെ അനുസരണം പഠിപ്പിച്ചത്? സിഖായ കിസ്നെ ഇസ്മായിലുക്കോ ആദാബ് ഫർസന്ദി. ഇഖ്ബാൽ അത്ഭുതപ്പെട്ടുകൊണ്ട് ചോദിക്കുകയാണ്, ഇത് വല്ലാത്തൊരു കറാമത്ത് തന്നെയല്ലേ? ഇസ്മായിൽ പോയ മദ്രസയുടെ എന്ത് മദ്രസ? എവിടെ പോയി? ഇല്ലല്ലോ, മദ്രസയിൽ പോയില്ലല്ലോ. ഇത് അല്ലാഹു തആല നൽകുന്ന ദിവ്യ കടാക്ഷമാണ്. നമ്മളൊക്കെ ദ്വാരക്കണം മക്കളിൽ നിന്ന് ആ ഒരു നന്മയുണ്ടാവാൻ. റബ്ബനാ هب لنا من أزواجنا وذرياتنا قرة أعين واجعلنا للمتقين إماما. അല്ലാഹുവേ, എൻ്റെ ഭാര്യയിൽ, എൻ്റെ മക്കളിൽ, അല്ലാഹുവേ എൻ്റെ സന്തതികളിൽ, എൻ്റെ ഇണയിൽ നീ കൺകുളിർമയെ നൽകണമേ. സജ്ജനങ്ങൾക്ക് മുമ്പിൽ നിൽക്കാൻ പറ്റിയവരായി എന്നെ മാറ്റിത്തരയണമേ. എന്താ അതിൻ്റെ അർത്ഥം? സജ്ജനങ്ങൾക്ക് മാതൃകയായി എന്നെ മാറ്റിത്തരണേ. ഇമാം എന്ന് പറഞ്ഞാൽ എന്താ? ഇമാം ഇന്നമാ ജുഇലൽ ഇമാമു ലിയുതമ്മ ബി. ഇമാം ചെയ്യുന്ന പോലെ മഅ്മൂം ചെയ്യാൻ പാടുള്ളൂ, ഇമാമിനെ ഓവർടേക്ക് ചെയ്യാൻ പാടില്ല അല്ലേ? ഇമാം എന്ത് ചെയ്യുന്നു അതേ ബാക്കിൽ മഅ്മൂം ചെയ്യാൻ പാടുള്ളൂ, അങ്ങനല്ലേ? അപ്പൊ നമ്മൾ മക്കൾക്ക് ഇമാമാവണമെന്ന്, വാപ്പാരൊക്കെ മക്കൾക്ക് ഇമാമിയങ്ങളാണ് എന്ന് പറഞ്ഞാൽ എന്താ? മക്കള് നമ്മളെ കണ്ട് പഠിക്കണം, അപ്പൊ നമ്മളെ നന്നാക്കി തരണേ എന്നാ ചോദിക്കണത്. നമ്മളെ നന്നാവണ്ടേ? നമ്മൾ വാപ്പ കള്ളുകൂടി വലിയൊക്കെ ഉണ്ട്, മക്കളൊന്നും ചെയ്യരുതെന്നാ വാപ്പാൻ്റെ ദുആ. പറ്റൂല, നമ്മൾ നന്നാവണം. അതാ വല്ലാത്ത അത്ഭുതമുള്ള ദുആയാണത്. എൻ്റെ മക്കളിൽ കൺകുളിർമയെ നൽകണേ. പിന്നെ പറയാ, എൻ്റെ മക്കൾക്ക് ഞാൻ മുമ്പിൽ നിൽക്കാൻ പറ്റിയ ആളാക്കി തരണേ, എന്നെ നന്നാക്കി തരണേ. അപ്പൊ നമ്മൾ നന്നാവും, കുടുംബവും മക്കളൊക്കെ നന്നാവും. ആ ദുആ ദ്വാരക്ക. ഇന്നത്തെ കാലാണ്
പണ്ടൊക്കെ ഓവുപാലത്തും ഇരിക്കുന്ന കുട്ടികളെ നോക്കിയിട്ട് പറയാൻ പറ്റും ഇത് കച്ചറ കുട്ടികളാണ്. ഇന്ന് അവരെ ഓവുപാലത്തൊന്നും കാണാൻ കിട്ടുന്നില്ല. ഓല് മൊബൈലും പിടിച്ച് കറങ്ങുകയാണ്. എവിടൊക്കെയാ വരുന്നത്, ആരൊക്കെയാ ചങ്ങാതിമാര്, എന്തൊക്കെയാണ് അവരുടെ ലോകം, പിടുത്തം കിട്ടൂല ആർക്കും. എല്ലാവരും മൊബൈലും വരാം. ഉസ്താദ്മാർ മൊബൈലും വരാണ്, ഖത്തീബ്മാർ മൊബൈലും വരാണ്, വേദ പറയണമല്ലോ മൊബൈലും വരാം, മുത്തഅല്ലിമീങ്ങൾ മൊബൈൽ കിതാബിൻ്റെ ഉള്ളിൽ അടിയിൽ വെച്ചിട്ട് കാണുകയാണ്. എന്തൊരു കാലം യാ അല്ലാഹ്. പിന്നെ സാധാരണക്കാരുടെ കാര്യം പറയണോ? വജഅൽനാ ലിൽമുത്തഖീന ഇമാമ. അല്ലാഹുവിനോട് ദുആരക്കന്നെ, ഉമ്മയും വാപ്പിയിരുന്നിട്ട് ദുആരക്കുക, മക്കൾ ദുആരക്കുക, നമ്മളൊക്കെ ദുആ ചെയ്യുക. അല്ലാഹു മക്കളിൽ കൺകുളിർമയെ നൽകട്ടെ. തുൽഖ് ഇബ്നു ഹബീബ് റളിയല്ലാഹു അൻഹു ഉമ്മ താഴെ ഇരിക്കുമ്പോൾ മീതെയുള്ള റൂമിലേക്ക് പോകുമായിരുന്നില്ലത്രേ. തുൽഖ് ഇബ്നു ഹബീബ് റഹ്മത്തുള്ളാഹി അലൈഹി. മേലെ റൂമുണ്ട്, ഉമ്മയുടെ റൂമിന്റെ നേരെ മീതെ മകൻ റൂം വെക്കൂല. മകൻ മാറ്, ഉമ്മ എന്റെ താഴെയല്ലേ. മാതാപിതാക്കളോട് ചെയ്യുന്ന ചില അദബുകൾ നമുക്ക് ഇൻഷാ അല്ലാഹ് പറയാനുണ്ട്. അതിൽ വരും, ഉമ്മയുടെ ഉപ്പയുടെ മുമ്പിൽ മക്കൾ നടക്കാൻ പാടില്ല. ഉമ്മയും ഉപ്പയും കൂടെ നടക്കുമ്പോ പകൽ സമയങ്ങളിൽ നിർബന്ധമായും, രാത്രി ഒരുപക്ഷെ ഉമ്മാക്കും ഉപ്പാക്കും സംരക്ഷണം നൽകാൻ വേണ്ടി മകൻ മുമ്പിൽ നടന്നേക്കാം. പക്ഷേ പകൽ നിർബന്ധമായും ഉമ്മയെ ഉപ്പയെ ആദരിച്ചുകൊണ്ട് മാതാപിതാക്കളുടെ ബാക്കിലാണ് മക്കൾ നടക്കേണ്ടത്. അങ്ങനെയൊക്കെ നമ്മൾ എവിടെയെങ്കിലും ചെയ്യാറുണ്ടോ? മഹാനായ ഹൈവത്ത് ഇബ്നു ശുറൈഹ് റളിയല്ലാഹു അൻഹു വഹുവ മിൻ കിബാരിൽ ഉലമാ, അലിമീങ്ങളിലെ പ്രഗൽഭനാണ് മഹാൻ. ജനങ്ങളെ മുതഅല്ലിമീങ്ങളെ ഇൽമു പഠിപ്പിക്കാൻ വേണ്ടി മഹാനായ ഹൈവത്ത് ഇബ്നു ശുറൈഹ് തങ്ങൾ ഇരിക്കുമ്പോ, ദർസ് നടത്താൻ വേണ്ടി ഇരിക്കുമ്പോ ഉമ്മ വരും, മോനെ ഖും അൽഖി ശഈറ ലിദ്ദജാജ്, ആ കോഴിക്കുഞ്ഞുങ്ങൾക്ക് തീറ്റിട്ട് കൊടുക്കും മോനെ എന്ന് പറയും. ആരോട്? വലിയ ഉസ്താദിനോട്. ഇപ്പം നമ്മളോട് ഉസ്താദ് മുദരിസ്മാരുണ്ടോ, ദർസ് നടക്കാന്ന് വിചാരിക്കുക. ആ ഉസ്താദിനോട് ഉസ്താദിൻ്റെ ഉമ്മ വന്നിട്ട് പറയാം, മുത്തഅല്ലിമീങ്ങളൊക്കെ മുമ്പിൽ ഇങ്ങനെ ഇരിക്കുമ്പോഴേ, പിന്നെ ആ കോഴികളൊന്നും തുറന്നു വിട്ടിട്ടില്ലല്ലോ, അങ്ങ് പോയിട്ട് കോഴിയെ തുറന്നു വിട്ടാക്കി എന്ന് പറഞ്ഞാൽ എന്താ അവസ്ഥ? മഹാനായ ഹൈവത്ത് ഇബ്നു ശുറൈഹ് റഹ്മത്തുള്ളാഹി അലൈഹി കിതാബൊക്കെ കൂട്ടിവെച്ചിട്ട് മുതഅല്ലിമീനോട് ഇരിക്കട്ടോ, ഉമ്മ പറഞ്ഞത് കേട്ട് വരാം എന്ന് പറഞ്ഞ് കോഴികൾക്ക് ധാന്യമണികൾ ഇട്ട് കൊടുത്തിട്ട് വന്നിരിക്കും. അവിടെ അഹങ്കാരം തോന്നൂല, തോന്നാൻ പാടില്ലല്ലോ. ഇന്ന് ഏറ്റവും വലിയ അപകടം എന്താന്ന് വെച്ചാൽ, മക്കൾക്ക് ഇൽമുണ്ട്, മക്കള് ഭൗതികം പഠിച്ച ഒരു എഞ്ചിനീയർമാരാണ്, ഡോക്ടർമാരാണ്. വാപ്പയോ? വാപ്പ 4ാം ക്ലാസ്സും 3ാം ക്ലാസ്സൊക്കെ പഠിച്ചിട്ടുള്ളൂ. അപ്പൊ വാപ്പയെ കോൺവൊക്കേഷന് വിളിക്കും, അല്ലേ? എന്താണ് സന്നദ്ധാനം എന്ന് പറയില്ലേ നമ്മള്? അപ്പോൾ മംഗലാപുരത്ത് ജനപ്പോയ കോളേജിലേക്ക് പോവാണ് മോന്, അല്ലെങ്കിൽ PA കോളേജിലേക്ക് പോലെ വേറെ ഏതെങ്കിലും മുള്ളാർ, അല്ലേ, ഫാദർ മുള്ളാർ, മെഡിസിൻ പഠിച്ച് കഴിഞ്ഞിരിക്കുകയാണ്, അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും കോളേജിലെ പോവാ. കൂട്ടുകാരൊക്കെ ചോദിക്കും, ധാരടോ വാപ്പാന്ന് പറയാൻ മടിയുള്ള ചില വല്യന്മാരെ, ഇത് വീട്ടിലെ ഡ്രൈവറാന്ന് പറഞ്ഞിട്ടുണ്ട്.